ആളുകൾക്ക് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി നാം സലാം ചൊല്ലി പോകുന്നു. ഈ നാട്ടിൽ ഏത് നന്മ വന്നാലും അതിന് വിത്തിട്ട ഒരു മഹാമനീഷിയെ നാം ഓർത്തെടുക്കുകയാണ്. തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന ഓരോരുത്തർക്കും ആ സഹവാസത്തിന്റെ മഹാന്മാരോട് സഹവസിച്ചിരിക്കുക അത് വലിയ പുണ്യമാണ്. മഹാന്മാരോടുള്ള സുഹബത്ത് അതാണല്ലോ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ സുദീഖ് തങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം എന്താ? ഞാൻ വഫാത്തായാൽ എന്റെ ഹബീബിന്റെ ചാരത്ത് എനിക്ക് അന്തിയുറങ്ങാൻ പറ്റണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അമ്പിയാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എവിടെയാണ് വഫാത്താകുന്നത് അവിടെ വേണം അവനെ മറവ് ചെയ്യാൻ. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ മറവ് ചെയ്യുകയാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ പൊന്നുമോൾ ആയിഷയോട് പറയുകയാണ്, എന്റെ മരണശേഷം എന്റെ ഭൗതിക ശരീരം ഖബറടക്കേണ്ടത് എന്റെ ഹബീബിന്റെ ചാരത്താവണോ. കാരണം അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ മാനവരാശിയിൽ ഒന്നാമനാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. എന്തേ അങ്ങനെയാവാൻ കാരണം? ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടല്ല, ഒരുപാട് നോമ്പ് നോറ്റത് കൊണ്ടല്ല, ഒരുപാട് ഹജ്ജ് ചെയ്തത് കൊണ്ടല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഏറെ കാലം നിസ്കരിച്ച ആളുകൾ സ്വഹാബത്തിലുണ്ട്. ഒരുപാട് കാലം നോമ്പനുഷ്ഠിച്ചവർ സ്വഹാബത്തിൽ വേറെയുണ്ട്. ഒരുപാട് ഹജ്ജ് ചെയ്തവർ സ്വഹാബത്തിൽ വേറെയുണ്ട്. എന്തേ സിദ്ദീഖ് തങ്ങൾ ഒന്നാമനായത്? എന്തേ സിദ്ദീഖ് തങ്ങൾ ഹബീബായ തങ്ങളോട് ഏറ്റവും പ്രിയപ്പെട്ടതായത്? മറ്റൊന്നുമല്ല, ആ ഖൽബ് നിറയെ ഹബീബായ തങ്ങളോടുള്ള പ്രണയമായിരുന്നു, സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം അല്ലാഹു തആല സ്വീകരിച്ചു. ആ ഇഷ്ടത്തിന് അല്ലാഹു തആല നൽകിയ അംഗീകാരമാണ് അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ നരവംശത്തിലെ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് തങ്ങൾ സഹവാസം കൊണ്ട് ആഗ്രഹിച്ചതും ജീവിതം കൊണ്ട് മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാൾതൗരിൽ നിൽക്കുമ്പോ ചരിത്രം നമ്മൾക്കറിയാമല്ലോ. ഹബീബായ തങ്ങൾക്ക് നേരെ വരുന്ന ഉഗ്രവിഷമുള്ള സർപ്പം നാവ് തുണച്ച് മുന്നോട്ട് വരുമ്പോ ആ സർപ്പത്തിന്റെ വായിലേക്ക് കാല് വെച്ച് കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ്. വേണമെങ്കിൽ പറയാമായിരുന്നു, നബിയെ ഒരു പാമ്പ് കടിക്കാൻ വരുന്നത് നമുക്ക് എണീക്കാം, നബിയെ പാമ്പ് കൊത്താൻ വരുന്നു. പക്ഷേ സിദ്ദീഖ് തങ്ങൾ മുത്തുനബിയെ ഉറക്കിൽ നിന്ന് ഉണർത്തിയില്ല. പകരം ആ പാമ്പിന്റെ വായിലേക്ക് കാല് വെച്ച് കൊടുക്കുമ്പോ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ജീവനേക്കാൾ പ്രധാനം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണുമ്പോഴാണ് സിദ്ദീഖ് തങ്ങളാകുന്നത്. പാമ്പ് കടിക്കുകയാണ്, രക്തം കണങ്കാലിലൂടെ ഒലിച്ചു വരികയാണ്, ദേഹത്തിലൂടെ വിഷം ഇരച്ചു കയറുകയാണ്, തലച്ചോറ് പതഞ്ഞു പൊങ്ങുകയാണ്, ശരീരം നീലനിറമാവുന്നു, രോമകൂപങ്ങളിൽ നിന്ന് രക്തം കിണിയാൻ തുടങ്ങുന്നു വിഷത്തിന്റെ കാഠിന്യം കൊണ്ട്. പക്ഷേ കാലനക്കിയില്ല. വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരധാരയായി ഒഴുകുമ്പോ ഒരിറ്റി കണ്ണുനീര് മുത്തുനബിയുടെ മുഖത്തേക്ക് വീഴുമ്പോ ആ കണ്ണുനീർ തുള്ളി കൊണ്ട് ഉണർത്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് തങ്ങൾ ചോദിക്കുന്നത്, യാ അബൂബക്കർ, അബൂബക്കറെ എന്തു പറ്റിപ്പോയി? അപ്പോഴാ പറയുന്നത്,